ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോവല്ലേ, എന്റെ മരണം വരെങ്കിലും നീ കൂടെ നിൽക്കണം. ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. ഇനി ആ പഴയ വർഷയാകാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. വർഷ, നിനക്കറിയാലോ, വിക്രമിന് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് നീ മാത്രം. നിന്നെയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളാണ് നിങ്ങൾ എന്നോട് ചെയ്തത്. എന്നെ ജീവന്റെ ജീവനായ അച്ഛമ്മേ, നിങ്ങള് കൊടും ക്രിമിനലാ നിങ്ങള്. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരില്ല. നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാ. വർഷ, എല്ലാത്തിനും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഇനി ഒരിക്കലും ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. വർഷയ്ക്ക് എന്നെ വിശ്വസിക്കാം. എനിക്കിനി നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല. ഞാൻ പോവാ. വർഷ, പോകരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം, പ്ലീസ്. വർഷ, വർഷ, ദേ, ഇത് പോയിസണാ. ഒരു തുള്ളി അകത്ത് ചെന്നാ അതോടെ ജീവൻ എടുക്കുന്ന വിഷം. എനിക്ക് നിന്നോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. നീ കൂടെ ഇല്ലാതെ വിക്രമിനൊരു ജീവിതവും വേണ്ട. നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഇവിടെ വെച്ച് എന്റെ ജീവിതം അവസാനിപ്പിക്കും. ഇതുപോലുള്ള നാടകങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. ഇത്തരം പൊറാട്ട നാടകങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട. പോവല്ലേ, എന്റെ മരണം വരെങ്കിലും നീ കൂടെ നിൽക്കണം. ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല.
വിക്രം 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 എന്താ ഇത്? എന്താ എന്താ എന്തു പറ്റിയതാ? വിക്രം എന്തു പറ്റിയതാ? ഇപ്പൊ ഇവിടെ വെച്ച് വിഷം കഴിച്ചതാ. ആരെങ്കിലും ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോ പ്ലീസ്. ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ആരെങ്കിലും ഒന്ന് സഹായിക്കൂ. വേണ്ട, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ആളെ തട്ടിപ്പോവും. പിന്നെ കേസും പൊല്ലാപ്പൊക്കെയായി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും. വിക്രം, വിക്രം എനിക്ക് എന്താ മറിയ വിക്രം എനിക്ക് വിക്രം വർഷ എന്താ പറ്റിയത്? എനിക്കറിയില്ല ശ്യാമേ, ഇയാള് വിഷം കഴിച്ചതാ. ആരെങ്കിലും ഒന്ന് സഹായിക്ക്. ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം വേഗം. ഒരാൾ ചാവാൻ കിടക്കുമ്പോ നോക്കി നിൽക്കുന്നത് എന്ത് മര്യാദയാ? ഒരു വണ്ടി വിളിക്കണോ? ആ ശരി, പിടിക്കേ. എല്ലാരും പിടിച്ചേ. സൂക്ഷിച്ച് അടൂർ പതുക്കെ കേറ്റ്. ശ്യാമേ, പേടിക്കണ്ട, ഞാനുണ്ട്. വർഷ വരണ്ട. കല്ലിടലിന് ഇനി അധിക ദിവസമില്ല. ഹോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാ ഒരു വീട് പൂർത്തിയാക്കാൻ പറ്റുന്നത്. ആ മീനാക്ഷി, ഇനി മോള് വേണം കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ. ഞങ്ങൾക്ക് വയസ്സായി, പല കാര്യങ്ങളും മറന്നുപോകും. മാധവേട്ട, കല്ലിടയിലിന് നമ്മുടെ മക്കളെ എല്ലാവരെയും വിളിക്കണം. മനസ്സില്ല. മാനത്തെ കൊട്ടാ